എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്ക, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപ്പടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ദൈവനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു സാക്ഷി ഏൽപ്പിക്കാൻ വലിയവനായ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. എൻ്റെ ഇളയ മകന് പെട്ടെന്നൊരു ബൈക്ക് അപകടം ഉണ്ടായി. ഞങ്ങളെ വീട്ടിലുടനെ ആളുകൾ വന്ന് അറിയിച്ചു. ഞങ്ങൾ നിലവിളിയോടുകൂടി ആശുപത്രിയിലേക്ക് ഓടി. അവിടെ പരിശോധന എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് തലയോടിളക്കി ഓപ്പറേഷൻ ചെയ്യണമെന്നു. ഞാൻ വളരെ ഭാരത്തോടുകൂടി സിസ്റ്ററിനോട് ഫോൺ ചെയ്തു. സിസ്റ്റർ പറഞ്ഞു ഭാരപ്പെടേണ്ട കാര്യമില്ല, നിങ്ങളുടെ മകൻ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അസുഖം ഭേദമാക്കും. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ആഴ്ച പരിശോധനയ്ക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ മകന് ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരണ്ട, അസുഖം പരിപൂർണമായി സുഖപ്പെട്ടിരിക്കുന്നുവെന്ന്. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച യേശുവിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മകനൊരു സാക്ഷി പറയാനാണ്. ഞങ്ങൾ രണ്ട് പ്രാവശ്യം വിദേശത്ത് പോകുവാൻ പൈസ കൊണ്ട് കൊടുത്തു. ആ 2 പ്രാവശ്യവും അവനെ കബളിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ വിഷമത്തോടെ ഞങ്ങൾ പുതുവർഷത്തെ ആരാധനയിലൂടെ കടന്നിരിക്കുമ്പോൾ ആൻറ്റി പറയണ് 2 പ്രാവശ്യം വിസയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത ആ കബളിപ്പിച്ച ആ വിസ ഇതാ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 1-ാം തീയതി ഇവിടെ ആരാധനയ്ക്ക് വരികയും 13-ാം തീയതിക്ക് മുമ്പേ വിസ വരികയും 13-ാം തീയതി നിന്റെ പൈതൽ പോകുകയും അവൻ അവിടെ ചെന്ന് ഇന്ന് ഡ്രൈവിംഗ് ആയി ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത എന്റെ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി വിരമിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ബിസിനസ് സോഡ നിറച്ച് കടകളിൽ കൊണ്ടുപോയി നിറച്ച് കൊടുക്കുകയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു റൂമിൽ വെച്ചാണ് ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞങ്ങൾ ഇത് മതിലോട് ചേർത്ത് ഞങ്ങളൊരു റൂം വെച്ച് അത് വെളിയിലോട്ട് മാറ്റി സോഡ നിറയ്ക്കുന്നതിലേക്ക് വേണ്ടിയായിരുന്നു ആ റൂം വെച്ചത്. പക്ഷേ പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലായിരുന്നു. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നതുകൊണ്ട് പഞ്ചായത്തിൻ്റെ അനുമതി എടുത്തില്ലായിരുന്നു. ഇത് അറിഞ്ഞ തൊട്ടടുത്ത സ്ത്രീ പല രീതിയിലും ഞങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് ഒരു സാഹചര്യം ഉണ്ടാക്കി അവർ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും 6 ഡിപ്പാർട്ട്മെന്റിനും 2 കോടതിയിലുമായിട്ട് കേസ് കൊടുത്തു ചേട്ടന്റെ പേരിൽ. ഇനി ഒരിക്കലും ഞങ്ങളുടെ മതിലിനകത്ത് വെച്ചോ വീടിനകത്ത് വെച്ചോ സോഡ നിറച്ച് കച്ചവടം നടത്തരുത് എന്നുള്ള രീതിക്കായിരുന്നു അവർ കേസ് കൊടുത്തിരുന്നത്. പക്ഷേ ഞങ്ങൾ വളരെ ഭാരത്തോടുകൂടെ മെയ് മാസത്തിലുള്ള സെക്കൻഡ് സാറ്റർഡേയിൽ ഇവിടെ വന്ന ആരാധനയിൽ പങ്കെടുക്കുകയും കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന മധ്യേ സിസ്റ്റർ വിളിച്ചു പറയുകയുണ്ടായി, വിൽസൺ നിങ്ങളുടെ പേരിലുള്ള 2 കോടതിയിലുള്ള കേസും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരാൻ പോകുന്നുവെന്ന്. ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് 2 മാസം കഴിഞ്ഞതും ചേട്ടന്റെ പേരിലുള്ള 2 കേസും തള്ളുകയും ചെയ്തു. വീണ്ടും തള്ളിയെങ്കിലും ഞങ്ങൾക്ക് സോഡ നിറച്ച് കച്ചവടം നടത്താനുള്ള അനുമതി തന്നില്ല. ഞങ്ങളുടെ ലൈസൻസ് നഷ്ടപ്പെട്ടു. വീണ്ടും ഞങ്ങൾ വളരെ ഭാരത്തോടുകൂടെ ഒക്ടോബർ മാസത്തിൽ വന്ന് സെക്കൻഡ് സാറ്റർഡേയിൽ ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കുകയും വളരെ ഭാരത്തോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സെക്കൻഡ് സാറ്റർഡേ മധ്യത്തിൽ തന്നെ സിസ്റ്റർ വിളിച്ചു പറയുകയുണ്ടായി, നഷ്ടപ്പെട്ടു പോയ ബിസിനസ് വീണ്ടും പുനരാരംഭിക്കാനുള്ള കൃപ ദൈവം തന്നിരിക്കുന്നു എന്ന്.
ജനുവരി മാസത്തിൽ തന്നെ ഞങ്ങൾക്ക് സോഡ നിറയ്ക്കുന്നതിനുള്ള ലൈസൻസ് കിട്ടുകയും വീണ്ടും ഞങ്ങൾ സോഡ നിറച്ച് ഞങ്ങളിപ്പോൾ ഉപജീവനം നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ മാസം എനിക്ക് സുഖമില്ലാതെ എന്നെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കണ്ടു, വിവരം പറഞ്ഞു, പരിശോധിച്ചു. ആ ഡോക്ടർ ഹിരണ്യാണെന്ന് മറുപടി പറഞ്ഞു. ഓപ്പറേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ വളരെ ദുഃഖത്തോടും ഭാരത്തോടും കൂടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അന്നേ ദിവസം രാത്രി തന്നെ സിസ്റ്ററിന് ഫോണിൽ കൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ പിടിച്ചു നിർത്തിയതുപോലെ എൻ്റെ ഹിരണ്യയുടെ വേദന പിടിച്ചു നിർത്തിയതുപോലെ വേദന കുറഞ്ഞു. സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം 10 മണിക്ക് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെ ഉന്നത ഡോക്ടർ പരിശോധിച്ചു. 3 പ്രാവശ്യം പരിശോധിച്ചു. എന്നിൽ ബാധിച്ച രോഗം ഇപ്പോൾ കാണുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറിന് വളരെയധികം അത്ഭുതം തോന്നി. എനിക്കും വളരെയധികം അത്ഭുതം തോന്നി. ഡോക്ടർ ഇതെങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ പ്രാർത്ഥിച്ച കാര്യവും യേശു സൗഖ്യമാക്കിയ വിവരവും ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ചിരിച്ചു. അത് ശരിയെന്ന് പറഞ്ഞു. സിസ്റ്റർ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ എൻ്റെ രോഗം യേശു സൗഖ്യമാക്കി. മാത്രമല്ല, ഓപ്പറേഷൻ കൂടാതെ എൻ്റെ രോഗത്തെ പരിപൂർണ വിടുതൽ നൽകിയ യേശുവിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. കണ്ണുകളടയ്ക്കാം, ഹൃദയം തുറക്കാം, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും നന്ദി കർത്താവ്, നന്ദി യേശുവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് നന്ദി അർപ്പിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാവരും ആരും അലസതയോട് നിൽക്കരുതേ. വാ തുറന്ന് ദൈവത്തിന് നന്ദി പറയുക. Count his blessings and thank him. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓരോന്നായി എണ്ണി എണ്ണി ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കരമുയരട്ടെ, കരമുയരട്ടെ. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറയുവിൻ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. ആമേൻ. ദിവ്യ കൃപ. യേശുവേ നന്ദി. ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവകൃപ ദൈവജനത്തിൽ വ്യാപരിക്കുന്നു. ദൈവകൃപ ദൈവജനത്തിൽ വ്യാപരിക്കുമ്പോൾ ദൈവജനം ശക്തി പ്രാപിക്കുന്നു. ആകയാൽ ഒട്ടും മടിക്കരുത്, ഒട്ടും ലജ്ജിക്കരുത്, ഒട്ടും തണുത്തു പോകരുത്. ദൈവജനം ആത്മാവിൽ നിറഞ്ഞ് ദൈവസന്നിധിയിൽ കീഴടങ്ങി ആർപ്പിട്ട് സ്തുതിക്കുക. കൃപ, 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 കൃപ എല്ലാവരിലും. ആമേൻ, ആമേൻ. ആത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുക, അഗ്നിയിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക.
Hallelujah. Hallelujah. രക്ഷനേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷനേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയോ വാതിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ സത്യവഴിയോ വാതിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ ഞാൻ ആശ്രയിക്കും പാറ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും എന്റെ അഭയം ഇടയൻ ശ്രേഷ്ഠൻ ക്രിസ്തു. വീരപൂജ്യമുള്ളോ കരം പിടിച്ച് നയിക്കുന്നെന്നെ. ഇടയൻ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കരം പിടിച്ച് നയിക്കുന്നെന്നെ. ഇടയൻ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കരം പിടിച്ച് നയിക്കുന്നെന്നെ. പാപമറ്റ് ഘോരവിടയാൽ മനമുരുകും മധ്യശീടാ. പാപമറ്റ് ഘോരവിടയാൽ മനമുരുകും മധ്യശീടാ. അധ്വാനിക്കുന്നോ ഭാരം വഹിപ്പോ യേശുവിന്റെ പാതയിൽ ചേരുക. അധ്വാനിക്കുന്നോ ഭാരം വഹിപ്പോ യേശുവിന്റെ പാതയിൽ ചേരുക. ഞാൻ ആശ്രയിക്കും പാറ എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും കർത്തനെന്റെ അഭയം. ഇടയൻ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കരം പിടിച്ചു നയിക്കുന്നെന്നെ. ഇടയൻ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കരം പിടിച്ച് നയിക്കുന്നെന്നെ. ഇടയൻ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കരം പിടിച്ച് നയിക്കുന്നെന്നെ. ഇടയൻ ശ്രേഷ്ഠൻ ക്രിസ്തു. Power, 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 power from above. ഉയരത്തിലെ തീ, ഉയരത്തിലെ തീ, ഉയരത്തിലെ തീ. ഹല്ലേലൂയ. കൊടും കാറ്റുപോലെ, കൊടും കാറ്റുപോലെ, കൊടും കാറ്റുപോലെ ദുഷ്ടന്റെ കോട്ടകള് തകർക്കുന്ന കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റ്. ദുഷ്ടന്റെ കോട്ടകള് തകർക്കുന്ന കൊടുങ്കാറ്റ്. ആത്മാവിൽ നിറയുവേ, ആത്മാവിൽ നിറയുവേ. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ ആദിമ പെന്തക്കോസ്ത് ദിവസത്തില് ഇറങ്ങിയ അഭിഷേക തീ ദൈവ പൈതലേ നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു ഒഴുകുന്നു, 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 ഒഴുകുന്നു. റഗ്ഗാല ദണ്ഡന ദബ ലഞ്ജന ദബ ലജ്ജന സക റഗ്ഗ ലന്ധന. കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു. അനേക ഹൃദയങ്ങളെ അടക്കി വെച്ചിരുന്ന സൈത്താനിയ ചങ്ങലകൾ പൊട്ടുന്നടാ, പൊട്ടുന്നടാ. In the name of Jesus, in the name of Jesus, in the name of Jesus. യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്. രക്ഷ നേടുവാൻ
മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ സത്യവഴിയോ വാണ്ടിലുമായ യേശുരാജൻ പാദം സത്യവഴിയോ വാണ്ടിലുമായ യേശുരാജൻ കൃപ നിറച്ചതിനായി സ്തോത്രം. ദൈവമേ, അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ധ്യാനത്തിനായി സങ്കീർത്തനം 103:8. സങ്കീർത്തനം 103:8. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ ആകുന്നു. ഹല്ലേലൂയ. கர்த்தர் உருக்கமும் இரக்கமும் நிறைந்தவர். தெய்வம் கருணையும் கிருபையும் நிறைஞ்சவன். The Bible says the Lord is gracious and merciful. The Lord is gracious and merciful. கருணை நிறைஞ்சவன், கிருபை நிறைஞ்சவன், தய நிறைஞ்சவன், அருள் நிறைஞ்சவன், சிநேகம் நிறைஞ்சவன், சக்தி நிறைஞ்சவன், அபிஷேகம் நிறைஞ்சவன் நம்முடைய தெய்வம். கருணை நிறைஞ்சவன் தன்னை ആണ്ടുകൾക്ക് മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത വായിച്ച് ഞാൻ സ്റ്റണ്ണായി. എന്റെ കോളേജിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചു തന്ന ഒരു പ്രൊഫസർ, കോളേജ് പ്രിൻസിപ്പലും പ്രൊഫസറും, 2 ആൺമക്കളുണ്ട്. വെറും 50 രൂപ തകരാറിൽ അപ്പൻ ഉറങ്ങിക്കിടന്നപ്പോൾ മൂത്തവൻ വീട്ടിന്റെ നിലവിളക്കെടുത്ത് അപ്പൻ ഉറങ്ങിക്കിടന്നപ്പോൾ തലക്കടിച്ച് ആ നാളികയിൽ അയാൾ മരിച്ചു. ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു, താൻ പ്രസവിച്ച തന്റെ ഓമന കുഞ്ഞിന് വെറും 50 രൂപ വിലയ്ക്ക് ഇടനിലക്കാരന് കൈമാറിയ ഒരു സ്ത്രീയുടെ കഥ. എന്തുകൊണ്ട്? വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 2 തിമോത്തിയോസ് 3:3 അന്ത്യകാലത്ത് ജനം വാത്സല്യമില്ലാത്തവരായിരിക്കും. അന്ത്യകാലത്ത് ജനം വാത്സല്യമില്ലാത്തവരായിരിക്കും, സ്നേഹമില്ലാത്തവരായിരിക്കും. വേദപുസ്തകത്തിൽ ഒരു ദൈവഭക്തന്റെ അനുഭവം, പൊട്ടക്കുഴിയിൽ നിന്ന് രാജാവ് ഉയർത്തപ്പെട്ട ഒരു ദൈവഭക്തന്റെ അനുഭവം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ സ്വന്തം സഹോദരങ്ങൾ ഈ യുവാവിന് വിരോധമായി പദ്ധതി മെനഞ്ഞ് അവന് പദ്ധതികൾ ഒരുക്കി. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 37:4 പ്രകാരം അവർ അവനെ പകച്ച് അപ്പൻ സ്നേഹമായി ഉണ്ടാക്കിക്കൊടുത്ത നിലയെങ്കിൽ
അവന്റെ ശരീരത്തിൽ നിന്ന് ഊരി അവനെ നഗ്നനാക്കി സ്വന്തം ഉടമ്പിറപ്പുകൾ അവനെ പൊട്ടക്കിണറ്റിൽ ഇറങ്ങി. വേദപുസ്തകം ഇന്നും പഠിപ്പിക്കുന്നു, പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫിനെ തൂക്കിയടിച്ച് ഇസ്മാവേലർക്ക് 20 വെള്ളിക്കാശിന് വിറ്റ്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ജോസഫ് സഹോദരന്മാരോട് കെഞ്ചി, he besought with his own brothers in anguish in his soul. സഹോദരന്മാരോട് കെഞ്ചി. ഉൽപ്പത്തി പുസ്തകം 42:21 വചനത്തിൽ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 37:25 20 കാശിന് വാങ്ങിയ ഇസ്മാവേല് അവർ വ്യാപാരികളാണ്. ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധ പശയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒട്ടകന്റെ പുറകിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അടിമ ചെറുക്കൻ ജോസഫിന് 20 വെള്ളിക്കാശിന് വാങ്ങപ്പെട്ട ഈ ജോസഫിന് സങ്കീർത്തനം 105 നമ്മ പഠിപ്പിക്കുന്ന വിലങ്ങുകളിൽ കെട്ടി, ഒട്ടകത്തിന്റെ കാലിൽ കെട്ടി ആ ചൂട് മണലിൽ ഈജിപ്റ്റ് വരെയിലും ഇழுത്തുകൊണ്ടുപോയി. ആ കഷ്ടതയിൽ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അവൻ കെഞ്ചി, അവൻ അവരുടെ കാല് പിടിച്ച് അവൻ കെഞ്ചി. മനുഷ്യൻ പലപ്പോഴും കരുണയില്ലാത്തവൻ, കനിവറ്റവൻ. റോമാലേഖനം നമ്മ പഠിപ്പിക്കുന്ന കനിവറ്റവൻ മരണത്തിന് യോഗ്യൻ. മറുഭാഗത്തിൽ നാം ആരാധിക്കുന്ന സത്യ നിത്യ ദൈവം, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിന്റെ നിർമ്മിതാവ്, സദാ ജീവിച്ചിരിക്കുന്ന ദൈവം, കരുണ നിറഞ്ഞവൻ. സങ്കീർത്തനക്കാരൻ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന സങ്കീർത്തനം 103:8 വചനത്തിൽ അവൻ കരുണ നിറഞ്ഞവൻ തന്നെ. ഹല്ലേലൂയ. എന്റെ ദൈവം കരുണ നിറഞ്ഞവൻ തന്നെ. കർത്താവിന്റെ കരുണ, അതിന്റെ പ്രത്യേക സ്വഭാവങ്ങൾ. ഒന്നാമത് തീത്തോസ് ലേഖനം 3-ാം അധ്യായം 5-ാം വചനം ശ്രദ്ധിപ്പീൻ. തീത്തോസ് 3:5. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തിയാളല്ല തന്റെ കരുണ പ്രകാരം അത്ര രക്ഷിച്ചത്. അവൻ നമ്മെ തന്റെ കരുണ പ്രകാരം അത്ര രക്ഷിച്ചത്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ 2 കരമും ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമ്മ പഠിപ്പിക്കുന്ന അവൻ തന്റെ കരുണപ്രകാരം അത്രേ നമ്മ രക്ഷിച്ചത്. രക്ഷ മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വചനത്തിൻ പ്രകാരം പാപത്തിൽ നിന്ന് രക്ഷ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വചനത്തിൻ പ്രകാരം സകല ദീനത്തിൽ നിന്ന് രക്ഷ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 36-ാം വചനത്തിൻ പ്രകാരം ദൈവക്രോധത്തിൽ നിന്ന് രക്ഷ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15 പ്രകാരം മരണഭീതിയിൽ നിന്ന് രക്ഷ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വചനത്തിൻ പ്രകാരം സകല ശാപത്തിൽ നിന്നും രക്ഷ. ഈ രക്ഷ നൽകി നമ്മ രക്ഷിച്ചത് അവന്റെ കരുണ മുഖാന്തരം അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ലൂക്കോസ് 15-ാം അധ്യായം 20-ാം വചനത്തിലെ മുടിയനായ പുത്രത്തിന്റെ സംഭവം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അപ്പൻ തനിക്ക് വരേണ്ട സ്വത്ത് വിഭാഗിച്ചു വാങ്ങി ദൂരദേശത്ത് കടന്നുപോയി പന്നി മേയ്ക്കുന്ന തൊഴിൽ ഈടുപെട്ട്
ദേശത്തിൽ വരൾച്ച ഉണ്ടായി, ആഹാരമില്ലാതെയായി, പന്നിക്ക് ഊട്ടുന്ന വാളവരെ പോലും ഇവന് കിട്ടാതെ വന്ന്, അപ്പോൾ അവൻ അപ്പന്റെ കരുണയെക്കുറിച്ച് അവൻ ചിന്തിച്ച് വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അവന് സുബോധം വന്ന് ലൂക്കോസ് 15:20 വചനം അപ്പന്റെ കരുണയെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന ആ വചനം നമുക്ക് വായിക്കാം. ലൂക്കോസ് 15:20. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുബോധം വന്നവൻ ഒട്ടും താമസിച്ചില്ല. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഉടനെ അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് മകൻ വരുന്നത് അപ്പൻ കണ്ട്. അതിന്റെ അർത്ഥം തന്റെ മകൻ തന്റെ ഭാഗം സ്വത്ത് വാങ്ങിക്കൊണ്ട് എന്ന് തന്റെ വീട്ടിൽ നിന്ന് കടന്നുപോയോ അന്ന് മുതൽ അപ്പൻ അതേ സ്ഥലത്തിൽ വന്ന് നിൽക്കും. ഈ തിക്കിൽ കൂടി കടന്നുപോയ എന്റെ മകൻ ഈ തിക്കിൽ കൂടി ഒരു നാൾ കടന്നു വരും. അവൻ നോക്കിക്കൊണ്ടേ നിന്ന്. അതാണ് ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ. ഓടിച്ചെന്ന് നഷ്ടപ്പെട്ട മകൻ പുതുജീവൻ പ്രാപിച്ച് തന്റെ അടുക്കൽ കടന്നു വരുന്നു, രക്ഷ ആകർഷിച്ച് അവൻ കടന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ അവന്റെ അപ്പൻ ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച്, രക്ഷ കരുണപ്രകാരം, രക്ഷ കരുണപ്രകാരം നിങ്ങളും ഞാനും പേയും കാവും വിഗ്രഹവും മന്ത്രവാദവും അതിന്റെ പുറകിലോടി നശിച്ച് അഡ്രസ് നഷ്ടപ്പെട്ട് ആയിരുന്ന നമ്മ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ആകർഷിച്ച് രക്ഷയുടെ സ്ഥാനത്ത് കൊണ്ടിരിക്കുന്നത് അവന്റെ കരുണപ്രകാരം അത്രേ. രണ്ടാമത് സങ്കീർത്തനം 108:4 വചനം ശ്രദ്ധിപ്പിൻ. സങ്കീർത്തനം 108:4. നിന്റെ ദയ ആകാശത്തിന് മീതെ വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. അതിരില്ലാ കരുണ, നമ്മ രക്ഷിക്കുന്ന കരുണ. രണ്ടാമത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കരുണ അതിരില്ലാ കരുണ. അത് എല്ലാവർക്കും ഉള്ളത്, ആകയാൽ അത് അതിരില്ലാത്തത്. ലൂക്കോസ് 2:10 വചനത്തിൻ പ്രകാരം, 2 കൊരിന്ത്യർ 5:14 പ്രകാരം, 1 തിമോഥെയോസ് 6:14 പ്രകാരം, 2 പത്രോസ് 3:9 പ്രകാരം, അപ്പോസ്തല പ്രവൃത്തികൾ 17:25 വചനത്തിൻ പ്രകാരം വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന കർത്താവിന്റെ കരുണ എല്ലാവർക്കും ഉള്ളത്, എല്ലാവർക്കും ഉള്ളത്. ജാതി മത ഭാഷ അതിർത്തി വ്യത്യാസമില്ലാതെ എന്റെ ദൈവത്തിന്റെ കരുണ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അത് അതിര് കടന്നത്. ലിമിറ്റ്ലെസ് മേഴ്സി, അതിര് കടന്ന കരുണ. മർക്കോസ് സുവിശേഷം 10:46 വചനം മുതൽ വഴിയരികെ കിടന്നവൻ, കുഷ്ഠരോഗി, അനാഥൻ, കുരുടൻ, വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ജെറിക്കോവിൽ കിടന്നവൻ യേശു വരുന്നത് കേട്ട് അവന്റെ ഹൃദയം തുറന്ന് നിലവിളിച്ച്, ദാവീദ് പുത്രാ യേശുവേ മനസ്സലിയണമേ. അവന്റെ നിലവിളി കർത്താവിനെ തൊട്ട്, അവന്റെ നിലവിളി കർത്താവിനെ സ്പർശിച്ച്, അവൻ യേശു കർത്താവ് കുരുടൻ അടുക്കൽ വന്ന് നിന്ന്, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നേ? എനിക്ക് കാഴ്ച വേണം. അവൻ നിലവിളിച്ച് അതിര് കടന്ന കാരുണ്യം കടന്നുപോയി അവന് കാഴ്ച നൽകി. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യേശു കർത്താവ് വീണ്ടും ഗലിലയ തീരത്ത് കാനാൻ ദേശത്തിലെ എത്തിച്ചേർന്നു. ഇത് അറിഞ്ഞ് കപ്പർന്നഹൂം പട്ടണത്തിലെ ഹീറോദാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ കിലോമീറ്ററുകൾ സഞ്ചരിച്ച്, അവനും യേശുവിനും ഒരു ബന്ധവുമില്ല, അവനും രക്ഷയ്ക്കും ഒരു ബന്ധവുമില്ല, അവനും ദൈവവചനത്തിന് ഒരു ബന്ധവുമില്ല,
ആരോ പറഞ്ഞവൻ കേട്ടിട്ടുണ്ട്, യേശുവാൽ അസാധാരണ കാര്യങ്ങൾ കൈകൂടും എന്നവൻ കേട്ടിട്ടുണ്ട്. മരണക്കിടക്കിൽ കിടക്കുന്ന തന്റെ മകന് വേണ്ടി വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. കപ്പർനഹൂമിലിരുന്നവൻ കാനാ ഗ്രാമത്തിൽ എത്തിച്ചേർന്ന് അവൻ നിലവിളിച്ച്, എന്റെ മകൻ മരിപ്പാൻ കിടക്കുന്നു, അങ്ങ് വന്ന് സൗഖ്യമാക്കണമേ, എന്റെ മകൻ മരിപ്പാൻ കിടക്കുന്നു. അടുത്ത് അവൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു, അവൻ മരിക്കും മുമ്പ് വരണമേ, kindly come and heal my son before he dies. അവൻ മരിക്കും മുമ്പ് വരണമേ. യേശു കർത്താവ് അതിര് കടന്ന കരുണയുടെ ഉടമസ്ഥൻ അവന്റെ മുഖം നോക്കി ഒരു വാക്ക് ഉച്ചരിക്കുന്നു, മകനെ പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. മകനെ പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അതിര് കടന്ന കൃപ, അതിര് കടന്ന കൃപ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ തന്റെ സ്നേഹിതൻ ലാസർ മരിച്ചുപോയി. യേശു കർത്താവ് അവന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നത് മരിച്ചിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞാണ്. അവന്റെ ശരീരം നാറ്റമിക്കാൻ തുടങ്ങി. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, യഹൂദന്മാർ കരയുന്നതും ലാസറുടെ സഹോദരിമാർ കരയുന്നതും ചുറ്റും നിൽക്കുന്നവർ അവന്റെ മരണത്തിന് ദുഃഖം കൊണ്ട് കരയുന്നതും യേശു കണ്ട് യേശുവും കരഞ്ഞു, യേശുവും കരഞ്ഞു. അതിര് കടന്ന കരുണ. സഹോദരനെ സഹോദരിയെ, കണ്ണീരോട് എത്തിയിരിക്കുന്നുവോ? ക്യാൻസറിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നുവോ? ഏകാന്തതയിൽ എത്തിയിരിക്കുന്നുവോ? മക്കൾ ഇല്ല എന്നുള്ള വിലാപത്തിലെത്തിയിരിക്കുന്നുവോ? മക്കൾ ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് പ്രശ്നം എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നുവോ? കടൻ ഭാരത്തിലെത്തിയിരിക്കുന്നുവോ? ഈ കൂട്ടത്തിന് വരാൻ പോലും യാത്രയ്ക്ക് പണമില്ലാതെ പണയം വെച്ച് നിലവിളിയോട് കടൻ ഭാരത്തിലെത്തിയിരിക്കുന്നുവോ? കരുണ, കർത്താവിന്റെ കരുണ, അതിര് കടന്ന കരുണ, നിന്നെ രക്ഷിക്കുന്ന കരുണ ഇന്നും ഇപ്പോഴും പകൽക്കാലത്തിൽ നിന്നെ രക്ഷിക്കുവാൻ തയ്യാറായി നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കുന്ന കൃപ, അതിര് കടന്ന കാരുണ്യം. മത്തായി സുവിശേഷം 8-ാം അധ്യായം 1-ാം വചനത്തിൽ, പാളയത്തിന്റെ പുറത്ത് ഞാൻ അശുദ്ധൻ എന്ന് മരിക്കുന്നത് വരെ നിലവിളിച്ച് അവിടെ മരിക്കേണ്ട കുഷ്ഠരോഗി, എന്നെ തൊട്ട് സൗഖ്യമാക്കണമേ. മനസ്സുണ്ടെങ്കിൽ കർത്താവ് അരുളി ചെയ്യുന്ന, മകനെ എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ട സെക്കൻഡിൽ അവന് സൗഖ്യം കൈവന്ന്. അതിര് കടന്ന കൃപ, അതിര് കടന്ന കാരുണ്യം. ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് അടുത്തുള്ള കോട്ടപ്പുറം CSI മൈതാനിയിൽ കർത്താവിന്റെ വചനവുമായി കടന്നുപോയി. 3-ാം നാൾ മെഡിക്കൽ കോളേജിൽ ആണ്ടുകളായി ചികിത്സയിലായിരുന്നു. കിഡ്നി തകർന്ന് ശ്വാസകോശം നശിച്ച് ശരീരത്തിൽ നീര് പിടിച്ച് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അതിന് വക്കില്ലാതെ കമ്പൽസറി ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ട് കൺവെൻഷൻ യോഗത്തിൽ കടന്നു വന്ന ബാബു എന്നുള്ള ആളിനെ കർത്താവ് കണ്ട് പേർ ചൊല്ലി വിളിച്ച്, ബാബു, ബാബു, നീ കൊണ്ടുവന്ന രോഗം കർത്താവ് തൊട്ട് ഇതാ പിടിച്ചു നിർത്തുന്ന, ഇതാ സൗഖ്യമാക്കുന്ന. ബാബുവിന്റെ സാക്ഷി നിങ്ങൾ പ്രേയർ ഗാർഡൻസിൽ കേട്ടതാണ്. ആണ്ടുകളായി ചികിത്സ, കിഡ്നി മാറ്റിവെക്കണം. 1 ഗ്ലാസ് വെള്ളത്തിന് അധികം കുടിച്ചാൽ ശരീരത്തിൽ നീര് വയ്ക്കും, മരിച്ചു പോകും. ബാബുവിനെ കർത്താവ് തൊട്ടപ്പോൾ അന്നു മുതൽ ഏപ്രിൽ മാസം 3-ാം തീയതി കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. പുതു കിഡ്നി നൽകി, പുതു ശ്വാസകോശം നൽകി, പുതു ആരോഗ്യം നൽകി. ഏപ്രിൽ മാസം 4-ാം തീയതി മുതൽ ബാബു 9 ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, മണ്ണ് വെട്ടി അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ അതിര് കടന്ന കരുണ.
കർത്താവ് എനിക്ക് ആയുസ് നീട്ടി തന്നാൽ ഈ വരും ദിവസങ്ങളിൽ ചായ്ക്കോട്ടുകോണം CSI മൈതാനിയിൽ ഒരു യൂത്ത് കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കും. ആദ്യം ഏകദേശം ഒരു 13-15 ആണ്ടുകൾക്ക് മുമ്പ് അതേ സഭ മൈതാനത്തിൽ കർത്താവ് എന്നെ കൊണ്ടുപോയി. സഭയ്ക്ക് സുവിശേഷം അറിയിക്കുവാനല്ല, ദേശത്തിന് സുവിശേഷം അറിയിക്കുവാൻ. മൈക്രോഫോണിൽ കൂടി കർത്താവിന്റെ അഗ്നിൻ വചനം ചായ്ക്കോട്ടുകോണം, പശുക്കോട്ടുകോണം, അമരവിള ഗ്രാമങ്ങളിൽ വീട്ടിലിരുന്നവരെ പോലും കർത്താവ് സ്പർശിച്ച് രക്ഷിച്ച്. എന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു ഹൈന്ദവ സഹോദരി, ഭർത്താവ് 18 ആണ്ടുകാലം ശബരിമലയ്ക്ക് പോയി വന്ന ആൾ, ക്യാൻസർ പിടിച്ച് നിലവിളിക്കുകയായിരുന്നു. ഭർത്താവിനോട് കെഞ്ചി യാചിച്ച്, നമുക്ക് ഒരു നാൾ കൂട്ടത്തിൽ പോകാം. ഇവൻ വിട്ടില്ല. 2ാം നാളും കെഞ്ചി യാചിച്ച്, നമുക്ക് ഒരു നാൾ കൂട്ടത്തിൽ പോകാം. ഭർത്താവ് വിട്ടില്ല. 3ാം നാൾ 2 ആൺമക്കളെയും 2 കയ്യിൽ പിടിച്ചുകൊണ്ട് ഹൈന്ദവ സ്ത്രീ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, മനുഷ്യ നിങ്ങൾ വരുന്നുവോ? ഞാനിതാ പോകുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ്, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവം കഠിന ഹൃദയമുള്ള ദൈവം അല്ല. He's a God of tender mercy. അതിര് കടന്ന കരുണ. God exactly revealed her name and distress. അവളുടെ കസ്റ്റഡിയും അവളുടെ പേരും കർത്താവ് വെളിപ്പെടുത്തി. കർത്താവ് തൊട്ടപ്പോൾ നിലത്തടിച്ചു വീണ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 മാറിലും ക്യാൻസർ പിടിച്ച് അഴുകി നാറുന്ന അവസ്ഥയിൽ വന്നിരുന്ന രാജലക്ഷ്മിയെ കർത്താവ് തൊട്ടപ്പോൾ ക്യാൻസറുടെ അടയാളം പോലും ഇല്ലാതെ കർത്താവ് സൗഖ്യമാക്കിയിരുന്നു. അതിര് കടന്ന കൃപ, അതിര് കടന്ന കാരുണ്യം. മത്തായി 14:14 നമ്മ പഠിപ്പിക്കുന്ന യേശു കർത്താവ് ഒരു രോഗിയെ സൗഖ്യമാക്കും മുമ്പ് അവൻ അവരോട് മനസ്സലിഞ്ഞ് പിന്നെ സൗഖ്യമാക്കി. അവൻ ഹൃദയത്തിൽ മനസ്സലിഞ്ഞ് ഒരു കുഷ്ഠരോഗി വന്നാൽ അവനെ സൗഖ്യമാക്കും മുമ്പ് യേശു മനസ്സലിഞ്ഞ്. He was full of compassion. He was full of mercy. യേശുവിന്റെ കരുണ, അതിര് കടന്ന കരുണ. തന്റെ കരുണയത്രയോ വിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയത്രയോ വിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. നല്ലവൻ, എന്നുമെന്നും കൂടെ ഉള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ആമേൻ. പോരാ, ഈ പാട്ടും സ്തുതിയും പോരാ. ചിലരുടെ ഇരുപ്പ് ഇവിടെ നിന്ന് നോക്കിയാൽ കരഞ്ഞു പോകും. ആമേൻ. ഞാൻ സേവിക്കുന്ന ദൈവം ദൈവങ്ങളിൽ ഒരുത്തനല്ല, ദൈവത്തെക്കാൾ അല്പം താണവനുമല്ല. ഞാൻ സേവിക്കുന്ന ദൈവം അവൻ മാത്രം ദൈവമാകുന്നു. ഹല്ലേലൂയ. ആകയാൽ എല്ലാവരുടെ കരം ഉയരട്ടെ. ഉയർത്തിയ കരം തട്ടുക, ഉള്ളു തുറക്കുക.
ദൈവത്തെ ആരാധിക്കുക. റഗ്ഗാലദണ്ഡനദബ ലഞ്ജന സഖാലദണ്ഡനദബ. ഹൃദയം തുറക്കട്ടെ, ഹൃദയം തുറക്കട്ടെ, ഹൃദയം തുറക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം ഉച്ചത്തിൽ തട്ടി വാ തുറന്ന് അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. തന്റെ കരുണയെത്രയോ ആണ്ടി വിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയെത്രയോ ആണ്ടി വിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ. അഗ്നി, 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 അഗ്നി. Power, 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 power. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. അന്യ ഭാഷ സംസാരിക്കുക. നാക്ക് കർത്താവിന് ഇട്ടുകൊടുക്ക. വാനത്ത് തീ നിങ്ങളിൽ വ്യാപരിക്കുന്നു. വാനത്ത് തീ നിങ്ങളിൽ വ്യാപരിക്കുന്നു. വാനത്ത് തീ നിങ്ങളിൽ വ്യാപരിക്കുന്നു. അതിര് കടന്ന കാരുണ്യം നിങ്ങളിലേക്ക്, നിങ്ങളിലേക്ക്, നിങ്ങളിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യുവാക്കൾ എഴുന്നേൽക്കുക. വിദ്യാർത്ഥിനികൾ എഴുന്നേൽക്കുക. സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവർ, പ്രൊഫഷണൽ കോളേജിൽ എൻട്രൻസ് എഴുതി വെയിറ്റ് ചെയ്യുന്നവർ, IAS IPS പരീക്ഷകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഇതോടൊപ്പം ജോലിയില്ലാത്ത, കുടുംബജീവിതത്തിലാകാത്ത 45 വയസ്സിന് താഴെയുള്ളവർ എഴുന്നേറ്റാട്ടെ. കർത്താവിന്റെ കാരുണ്യ കരങ്ങളെ സ്പർശിക്കുന്നത് വരെ ഞാൻ നിലവിളിക്കും. എന്നോടൊപ്പം കരയുക. കരം ഉയർത്തുക. ഉയർത്തിയ കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവരിൽ ദൈവവേലക്കാർ എഴുന്നേൽക്കട്ടെ. അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ബിഷപ്പന്മാർ എഴുന്നേൽക്കട്ടെ. പാസ്റ്റർമാർ എഴുന്നേൽക്കട്ടെ. അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ. ഡിസ്ട്രിക്ട് കളക്ടർമാർ എഴുന്നേൽക്കട്ടെ. പോലീസ് സൂപ്രണ്ടുമാർ എഴുന്നേൽക്കട്ടെ. മജിസ്ട്രേറ്റുമാർ എഴുന്നേൽക്കട്ടെ. ഹൈക്കോടതി ജഡ്ജിമാർ എഴുന്നേൽക്കട്ടെ. അഡീഷണൽ സെക്രട്ടറിമാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഈ യുവാക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നിരാശ ഇവരിൽ നിന്ന് എടുത്തു മാറ്റണം, എടുത്തു മാറ്റണം. നിരാശ ഇവരിൽ നിന്ന് എടുത്തു മാറ്റണം. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഠി 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 ഠി. അഭിഷേക ഠി. നിന്റെ ആഗ്രഹം സാധിപ്പിച്ച് തരുന്ന എന്റെ ദൈവം നിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. കൃപ, 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 കൃപ. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇതോടൊപ്പം വിധവകൾ, വിധവമാർ എഴുന്നേൽക്കുക. അനാഥർ എഴുന്നേൽക്കുക. സ്വന്തമായി പാർപ്പിടമില്ലാത്ത ദൈവമക്കൾ എഴുന്നേൽക്കുക. വാ തുറന്ന് നിലവിളിച്ചാട്ടെ. വാ തുറന്ന് നിലവിളിച്ചാട്ടെ. വാ തുറന്ന് നിലവിളിച്ചാട്ടെ.
കൃപ 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 ദൈവ കൃപ ഇവൽ വ്യാപരിക്കട്ടെ. വളർച്ചയ്ക്ക് കോട്ട ഉയർത്തിയ ദുഷ്ടന്റെ ചങ്ങലകൾ പൊട്ടട്ടെ പൊട്ടട്ടെ യേശുവിൻ നാമത്തില്. സിയോനിൽ വാണിടുവാന വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേ. സിയോനിൽ വാണിടുവാന വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരൽപ്പൂടം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ. എന്തൊരൽപ്പൂടം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ. യേശു യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെ ഉള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. Power, 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 power. നിറച്ചതിനായി നന്ദി. ഇരിക്കാം.